ഞാൻ വിചാരിച്ചു നല്ലൊരു ബോഡി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക് വരുന്നു. ഐ വാസ് റോങ്. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മുക്ക് പോകാറുണ്ടായിരുന്നു. ഞാൻ നല്ലൊരു ബോഡി ബിൽഡ് ചെയ്തു, റിപ്പിഡ് ആയിട്ടുള്ള ബോഡി ബിൽഡ് ചെയ്തു. ഞാൻ നല്ല ഹൈ പ്രോട്ടീൻ ഡയറ്റായിരുന്നു കഴിച്ചിരുന്നത്. ഞാൻ എല്ലാ ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ബട്ട് ഐ സ്റ്റിൽ ഫെൽറ്റ് സംതിങ് വാസ് മിസ്സിങ്. അതൊരിക്കലും എനിക്ക് നല്ലൊരു ബോഡി ഇല്ലാത്തതുകൊണ്ടല്ലായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ആക്ച്വലി ഐ വാസ് നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് മൈ സെൽഫ്. ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിൽ അധികവും ഭയങ്കര ഫെയ്ഡർ ആയിട്ടുള്ള നരച്ച് കുമ്പളങ്ങായ ഡ്രസ്സുകളായിരുന്നു. ഞാൻ ഗ്രൂമിങ്ങിൻ്റെ കേസിൽ ഒരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടില്ല. ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിൽ തന്നെ കളർ കോമ്പിനേഷനോ അല്ലെങ്കിൽ സ്കിൻ ടോണിന് മാച്ച് ആവണതോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ബ്രെയിൻ തന്നെ സ്ഥിരമായിട്ട് പ്രൂവ് ചെയ്ത് കൊടുക്കുമായിരുന്നു എന്ത്, ഐ ഡോണ്ട് വാല്യൂ മൈ സെൽഫ്, ഐ ഡോണ്ട് റെസ്പെക്ട് മൈ സെൽഫ്, ഐ ആം ചീപ്പ് എന്ന്. ആൻഡ് നമ്മളെ ബ്രെയിൻ ആണെന്നുണ്ടെങ്കിലോ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എന്താണോ ചെയ്യുന്നത്, എന്താണോ അതിന് കാണിച്ചു കൊടുക്കുന്നത്, അത് തന്നെയാണ് അത് വിശ്വസിക്കുന്നത്. ദ മൊമെന്റ് ഐ സ്റ്റാർട്ടഡ് ടു ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ്, സംതിങ് ഇൻസൈഡ് ഷിഫ്റ്റഡ്. അത് ഈഗോ എന്നല്ല, ഐഡൻറ്റിറ്റി. എങ്ങനെയാണ് നമ്മളെ നോക്കി കാണുന്നത്, നമ്മൾ നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, നമുക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട്, നമ്മളെ ലൈഫ് ഒരു സ്ട്രക്ചേർഡ് ആൻഡ് ഡിസിപ്ലിൻഡ് ലൈഫാണ് എന്ന് നമ്മളോട് പ്രൂവ് ചെയ്യുമ്പോൾ യു വിൽ ഫീൽ ദ ഡിഫറൻസ്. ജസ്റ്റ് കുറേ മസിൽ ഉണ്ടാക്കിയെന്ന് നിർത്തി കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി വരില്ല. നമ്മളെങ്ങനെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യണു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരിക്കലും ബാക്കിയുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നമ്മളോട് നമ്മൾ പ്രൂവ് ചെയ്യാണ് ഐ റെസ്പെക്ട് മൈ സെൽഫ്.